സുരേഷ് ഗോപിയേട്ടൻ പൊളിച്ച്. അതിനെ പറയേണ്ട കാര്യം ഒരിക്കലും ഈ ഗരുഡൻ, അഞ്ചാം പാതിര, ഫീനിക്സ് ഇതൊന്നും പ്രതീക്ഷിച്ച് പോവല്ലോ. ഒരു ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ് പടം. ആ ഒരു ഇമോഷനിലാണ് പോകുന്നത്. അതായത് എൻഗേജിങ് മൂഡിലാണ് ക്രിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ സസ്പെൻസ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അതിൽ നല്ല പടമാണ്. അഞ്ചാം പാതിരായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അഞ്ചാം പാതിരായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂല ബ്രോ. അത് തിരിച്ചുവരവാണ്. കുറെ നാക്കേഷ് ഇങ്ങനെ ജയറാമേട്ടനെ കാണാനാണ് ആഗ്രഹിച്ചത്. അടിപൊളി ഫിലിം എങ്ങനെയുണ്ട്? പോരെ പോരെ. ജയറാം സൂപ്പർ ആയിരുന്നു. നല്ല സിനിമ. കൊള്ളാം, നല്ല പടം. എന്ത് തോന്നുന്നു? നല്ല സിനിമ. ജയറാം കുഴപ്പമില്ല, ജയറാം കുഴപ്പമില്ല. മൊത്തത്തിലെ പടം നല്ലൊരു വളരെ നല്ല സിനിമയാണ്. നമ്മുടെ അഞ്ചാം പാതിര പോലെ ഒരു മറ്റൊരു ത്രില്ലറാണ്. പിന്നെ കുറേ സസ്പെൻസൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ട്. അത് ഫസ്റ്റ് ഷോ ആയിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല, പോയി കാണും. എന്തോ ഏത് ആ ഉണ്ട്. അതിൽ ഏറ്റവും വലിയ സസ്പെൻസ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇല്ല ഇല്ല, അതിൽ നല്ല പടമാണ്. ഭയങ്കര സംഭവം ഒന്നും പറയാനില്ല, കുഴപ്പമില്ല. കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഇല്ല, അത്ര വന്നില്ല. ആ, പുള്ളി അടിപൊളിയായിട്ടുണ്ട്. ഇതുവരെ കാണാത്തൊരു കുഴപ്പമില്ല. അടിപൊളി പടം, അടിപൊളി. ക്ലിക്ക് ഹാങ്ങർ എൻഡാണ്. ചിലപ്പം പാട്ട് കാണും. നൈസ് പടമാണ്. അതെ, ജയറാമേട്ടൻ അടിപൊളി. അതെ, ജയറാമേട്ടൻ്റെ കമ്പാക്ക് തന്നെയാണ്. നല്ല പെർഫോമൻസ് ആണ്. ക്ലൈമാക്സ് പോർഷനിലെ പെർഫോമൻസ് എല്ലാം നൈസാണ്. അഞ്ചാം പാതിരായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. രണ്ടും കൊള്ളാം. ബീജിയംസ് ഒക്കെ കുറഞ്ഞ അഞ്ചാം പാതിരാണ്. പക്ഷെ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഇതിലെ ബീജിയം ഭയങ്കര കിടിലാണ്. കുഴപ്പമില്ല. പക്ഷേ ഈ പറയുന്ന പോലെ അങ്ങനെ ഒരു ഗ്രിപ്പിംഗ് എഡ്ജ് ത്രില്ലർ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മോശമല്ലാത്ത എക്സിക്യൂഷൻ എന്നുള്ളതാണ്. ആ ഒരു അഞ്ചാം പാതിര ആ ഒരു വൈബ് അല്ല, അങ്ങനത്തെ അത്രയും ഡാർക്ക് ഷെയ്ഡ് ത്രില്ലർ അല്ല. കാരണം നേരത്തെ തന്നെ റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല സിനിമയാണ്. നല്ല മിഥുൻ മാരിയോട് താമസിക്കുന്ന സിനിമയാണ്. പിന്നെ ജയറാം നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും കമ്പാക്ക് തന്നെയാണ്. പിന്നെ ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ, അതെല്ലാവർക്കും അറിയാം, എങ്കിലും പറയുന്നില്ല. വളരെ നല്ല സിനിമയാണ്. അടിപൊളി പടം. ലാസ്റ്റ് ഒരു 10 മിനിറ്റ് മമ്മൂക്ക വരും. രോമാഞ്ചം. ഒന്നും പറയല്ലോ, ഒന്നും അടിപൊളിയാണ്. അല്ല, ഒരു മോശം അഞ്ചാം പാതിര ഫീൽ വന്നിട്ടുണ്ടോ? അഞ്ചാം പാതിര ആ ഒരു ഫീലാണ്. അതിനെക്കാട്ടി ഒരു സസ്പെൻസോടെയാണ് കൊണ്ട് നിർത്തുന്നത്. ത്രില്ലറാണ്, ക്രൈം ത്രില്ലറാണ്. ജയറാമൻ്റെ തിരിച്ചുവരവ്. അത് തിരിച്ചുവരവാണ്. കുറെ നാക്കേഷ് ഇങ്ങനെ ജയറാമേട്ടനെ കാണാനാണ് ആഗ്രഹിച്ചത്. അടിപൊളി. കൊള്ളാം കേട്ടോ. ഇല്ല, വ്യത്യാസമുണ്ട്. എല്ലാം വ്യത്യാസമുണ്ട്. മമ്മൂട്ടിയുടെ വരവൊക്കെ ഇൻട്രോയൊക്കെ അടിപൊളിയായിരുന്നു. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. അഞ്ചാം പാതിരത്തില്ലെങ്കിലും കൊള്ളാം, കുഴപ്പമില്ല. തീർച്ചയായിട്ടും പറയാം, അതിനുണ്ട്. കാരണം ഇനി സെക്കൻഡ് പാർട്ടിൽ ഉണ്ട്, അതിനാണ് ഇനി കാണേണ്ടത്. എന്താണെന്നില്ല, സിനിമ കൊള്ളാം. വലിയ ഗംഭീരം എന്ന് പറയാനില്ല, എന്നാലും ഒരു മീഡിയം ലെവലിൽ കൊണ്ടുവന്ന പടമാണ്. പിന്നെ ജയറാമേട്ടനാണല്ലോ, കുറേ ഗ്യാപ്പിന് ശേഷം മലയാളത്തിൽ വരുന്നതുകൊണ്ട് ഒരു പ്രത്യേകത ഉണ്ട്. ആ ലെവൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇതൊരിക്കലും ഒരു തിരിച്ചു വരാമെന്ന് പറയാനില്ല. ജഗദീഷ് ചേട്ടൻ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ പുതിയൊരു റീലോഡഡ് വെർഷനാണ് സത്യം പറഞ്ഞ ജയറാമേട്ടൻ്റെ. അത് നല്ലപോലെ വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ഇതിലൊരു പ്രസൻസ് ഉണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നാണ്. സ്പോയിലർ ആവാൻ താല്പര്യമില്ല. എല്ലാ ജനങ്ങൾക്കും അറിയാം ആരാണെന്ന്. ആ ഒരു പ്രസൻസ് വന്നപ്പോൾ പടത്തിന് കുറച്ച് മൈലേജ് കൂടിയെന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ റേഞ്ച് ഫ്ലാറ്റാക്കി പോയെങ്കിലും സെക്കൻഡ് ഹാഫാണ് സത്യം പറഞ്ഞാൽ പടത്തിലോട്ട് ട്രാക്കിലോട്ട് കയറിയത്. ഇത്തവണ ഈ വർഷം ഇറങ്ങിയതിൽ ഒരു ഗംഭീര പടം എന്ന് തന്നെ പറയാം മോസ്റ്റിൽ. അതിനെ പറയേണ്ട കാര്യം ഒരിക്കലും ഈ ഗരുഡൻ, അഞ്ചാം പാതിര, ഫീനിക്സ് ഇതൊന്നും പ്രതീക്ഷിച്ച് പോവല്ലോ. ഒരു ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ് പടം. ആ ഒരു ഇമോഷനിലാണ് പോകുന്നത്. അതായത് എൻഗേജിങ് മൂഡിലാണ് ക്രിയേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും നമുക്കൊരു ബോറടിക്കുന്ന ഫീലിംഗ് ഒന്നുമില്ല. എന്താണെന്ന് അടുത്ത് അറിയാൻ വേണ്ടിയുള്ളൊരു ആകാംക്ഷയുണ്ട് പടത്തിൻ്റെ അത് നൽകുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഈ പടം എല്ലാവരും കാണാനായിട്ട് തിയേറ്ററിൽ നിന്ന് കാണേണ്ട ഒരു മൂവി തന്നെയാണ്. നന്നായിട്ട് ഒരു വെറൈറ്റി റിവെഞ്ച് ഫിലിമാണ്. ജയറാമിൻ്റെ ഒരു കമ്പാക്ക് എന്നൊക്കെ പറയാം. തീർച്ചയായും ജയറാമും മമ്മൂക്കയും നന്നായിട്ട് പെർഫോം ചെയ്യും. കൊള്ളാം ബ്രോ. ത്രില്ലിംഗ് ആണെന്ന് വെച്ചാണ്. അഞ്ചാം പാതിരായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റൂല ബ്രോ. മിഥുൻ മാനുവലിൻ്റെ ഏറ്റവും നല്ല പടം അഞ്ചാം പാതിരാണെന്നാണ് തോന്നുന്നത്. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.